ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ എ ഡോൾസ് ജേണി എന്ന് പറയുന്ന 7ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിൻ്റെ ആക്ടിവിറ്റീസുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എ ഡോൾസ് ജേണി ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. വാട്ട് ഡിഡ് കഫ്ക പ്രോമിസ് ദ ഗേൾ? കഫ്ക പ്രോമിസ് ദ ഗേൾ ദാറ്റ് ഹി വുഡ് മീറ്റ് ഹർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദ ലോസ്റ്റ് ഡോൾ. Second question, why was the girl moody? The girl became moody because she was missing her doll and badly wanted her doll to come back. Third question, there were no letters for some days. Why? Kafka realized that he could not continue to make up letters indefinitely, as the girl was becoming moody and desperate for her doll to return. Kafka needed time to come up with an explanation for the doll's prolonged absence that would satisfy the girl. So there were no letters. Nalamata question, do you like the ending of the story? Suggest another ending. The ending of the story is bittersweet. It leaves the girl with a sense of happiness at receiving news from her doll, but also sad and lonely to see her doll again. Instead of ending with the doll's engagement, Kafka could have arranged for the doll to return to the girl. The girl would be happy and delicate. അല്ലേ, ഞാനിവിടെ മീനിങ് പറയാത്തത് നമ്മൾ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റോറിൻ്റെ മീനിങ് ഫുള്ളായിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ എൻഡിങ് ഇഷ്ടമായോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്, ബിറ്റർ സ്വീറ്റ് എന്നാൽ കുഴപ്പമില്ലാത്തൊരു എൻഡിങ് ആയിരുന്നു എന്നാണ്. ഇനി നമ്മൾ ആക്ടിവിറ്റീസ് പോവാം. റീഡ് ദ സ്റ്റോറി വൺസ് അഗെയിൻ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫോളോയിങ്. നിങ്ങളോട് ഒരു പ്രാവശ്യം കൂടി സ്റ്റോറി വായിച്ചിട്ട് ലൊക്കേഷൻ, ക്യാരക്ടേഴ്സ്, തീം ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? ദ സ്റ്റോറി ടേക്ക് പ്ലേസ് ഇൻ എ പാർക്ക് ഇൻ എ ബെർലിനിലുള്ള ഒരു പാർക്കിലാണ്. ക്യാരക്ടേഴ്സ്, ഫ്രാൻസ് കഫ്ക ദ ജർമ്മൻ റൈറ്റർ, എ യങ് ഗേൾ ഹു ലോസ് ഹെർ ഫേവറേറ്റ് ഡോൾ, ദ ഡോൾ ഗേൾ ഈസ് ഫേവറേറ്റ് ഡോൾ. തീം അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. ദ സ്റ്റോറി എക്സ്പ്ലോർ ദ തീംസ് ഓഫ് ലോസ്, എംപതി, ക്രിയേറ്റിവിറ്റി ആൻഡ് ദ പവർ ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. പിന്നെ എന്തൊക്കെ തീമാണ് ഇതിലുള്ളത്? ഇറ്റ് ഹൈലൈറ്റ് കഫ്കാസ് കൈൻഡ്നെസ് ആൻഡ് ഇൻവെൻഷൻനെസ് ഇൻ കംഫോർട്ടിങ് എ ഡിസ്ട്രസ്ഡ് ചൈൽഡ് ത്രൂ ഇമാജിനേറ്റീവ് മീൻസ്. അല്ലേ, ലൊക്കേഷൻ എവിടെ വെച്ച് നടക്കുന്നതെന്നുണ്ട്, ഇതിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, പിന്നെ ഈ സ്റ്റോറിയിൽ നിന്നുള്ള തീംസ്, എന്തൊക്കെ തീംസാണ് ഇതിൽ വന്നിട്ടുള്ളത് എന്നൊക്കെ വിശദീകരിച്ചിട്ട് ഈ 3 ബോക്സിലായിട്ട് കൊടുക്കുക കേട്ടോ. ആ സ്റ്റോറി നന്നായിട്ട് റീഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് 1ഉം 2ഉം തവണ വായിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസേ ഇതിലുള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മളെ ചാനലിൽ പാത്ത് ഓഫ് ഹെവൻ എന്ന് പറയുന്ന ചാനലിൽ ഞാൻ ഇതിൻ്റെ ഇതിന് തൊട്ട് മുന്നുള്ള വീഡിയോയിൽ 7th സ്റ്റാൻഡേർഡിലെ ഈ സ്റ്റോറി മീനിങ് സഹിതം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സൊക്കെ മനസ്സിലാവും. നന്നായിട്ട് സ്റ്റോറി റീഡ് ചെയ്യുക, അപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താനും എഴുതാനും ഒക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കോളം നിങ്ങൾ ഫില്ല് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്യുക, നോട്ട്ബുക്കിലേക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കുക, എന്നിട്ട് മനസ്സിലാക്കി ചെയ്യുക കേട്ടോ. മനസ്സിലാക്കി ചെയ്യുമ്പോൾ എന്താവും, നമുക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ആക്ടിവിറ്റി. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താ നോക്കാം കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം കേട്ടോ. റീഡ് ദി സെൻറ്റൻസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. It was a Saturday afternoon. Kafka was walking through a park in Berlin. He met a girl who was crying because she had lost her favorite doll. Kafka comforted the latter girl who was in great distress. Here is a small part of their conversation. Can you complete it? അല്ലേ, അപ്പോൾ കഫ്കയും ഈ ലിറ്റിൽ ഗേളും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ്റെ സ്മോൾ പാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കൊടുത്തിട്ടുള്ളത്? കഫ്ക, ഹോ ഡിയർ വൈ ആർ യു ക്രൈയിങ്, അല്ലേ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗേളിനല്ലേ കഫ്ക കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഫ്ക ചോദിച്ചു. ലിറ്റിൽ ഗേൾ പറഞ്ഞു, മൈ ലീവ് മൈ ഡോൾ. എത്രയും ചെറിയൊരു പാർട്ടേ കൊടുത്തിട്ടുള്ളൂ. ഇത് ഫില്ല് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സംഭാഷണം. അപ്പോൾ അത് നമുക്ക് നോക്കാം.
അപ്പോൾ കഫ്ക പറയുന്നു വാട്ട് ഹാപ്പൻ ടു യുവർ ഡോൾ. കഫ്ക ചോദിക്കുകയാണ് അല്ലേ, എന്താ നിൻ്റെ ഡോളിന് പറ്റിയ. ലിറ്റിൽ ഗേൾ പറഞ്ഞു ഐ ലോസ്റ്റ് ഹെർ, എനിക്ക് എൻ്റെ ഡോൾ നഷ്ടപ്പെട്ടു. വീണ്ടും കഫ്ക ചോദിക്കുക വാട്ട് ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക്, എങ്ങനെയാണ് അതിന് കാണാൻ. ലിറ്റിൽ ഗേൾ പറഞ്ഞു ഷീ ഈസ് സ്മോൾ വിത്ത് ബ്രൗൺ ഹെയർ ആൻഡ് എ ബ്ലൂ ഡ്രസ്. വീണ്ടും കഫ്ക ചോദിക്കുകയാണ് ഡോൺ വറി വി വിൽ ഫൈൻഡ് ഹെർ, നമുക്ക് കണ്ടെത്താം. ഐ വിൽ ഹെൽപ്പ് യു ലുക്ക്, കണ്ടെത്താൻ ഞാൻ സഹായിക്കാം. ലിറ്റിൽ ഗേൾ റിയലി യു വിൽ ഹെൽപ്പ് മീ. കഫ്ക ഓഫ് കോഴ്സ് ലെറ്റ് സ്റ്റാർട്ട് ലുക്കിംഗ് റൈറ്റ് നൗ. ലിറ്റിൽ ഗേൾ താങ്ക് യു സോ മച്ച്. ഇത്രയും ചെറിയൊരു കോൺവെർസേഷനാണ്. നിങ്ങളോട് അടുത്ത ആക്ടിവിറ്റീസിൽ പറഞ്ഞത് എനാക്ട് ദ റോൾ ഓഫ് ദ ലിറ്റിൽ ഗേൾ. ലിറ്റിൽ ഗേളിൻ്റെ ഒരു ഭാഗം നിങ്ങളോട് ക്ലാസ്സിൽ അഭിനയിക്കാൻ പറയുന്നുണ്ട്. പിന്നെ നാലാമത്തെ ആക്ടിവിറ്റീസ് എന്താണ്, റീഡ് ദി സെൻറ്റൻസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. ദ ഗേൾ കണ്ടിന്യൂ ടു റിസീവ് ലെറ്റർ ഫ്രം ദ ഡോൾ. ഡോളിൻ്റെ ലെറ്റർ ഇങ്ങനെ കിട്ടാൻ തുടങ്ങി അല്ലേ. ഷീ റോട്ട് അബൌട്ട് ഹെർ അഡ്വഞ്ചർ ഇൻ ഡീറ്റെയിൽ. അഡ്വഞ്ചറസ് ഒക്കെ അതിൽ എഴുതുന്നുണ്ട്. ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഗേൾ. ദിസ് വെൻറ്റ് ടു ഫ്രം സം ടൈം. ആഫ്റ്റർ റീഡിങ് ദ ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ ദ ഗേൾ വാസ് ഈഗർ ടു സീ ഹെർ. She waited and waited, but the doll did not turn up. So she decided to put her thoughts and emotions in her diary. എന്താണ് പറയുന്നത്, അവളെ ഡോളിൻ്റെ ലെറ്റർ കിട്ടിയപ്പോൾ എന്താണ് അവളെ ഡോളിനെ കാണാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടി ഒരുപാട് ഈഗർ അല്ലേ, കാത്തിരിക്കണം, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ടും അവളെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്യാൻ പോവാണ്, റൈറ്റ് ദ ഡയറി എൻട്രി ഓഫ് ദ ഗേൾ. നിങ്ങളോട് ആ ഒരു ലിറ്റിൽ ഗേളിൻ്റെ ചിന്തിക്കുന്ന കാര്യങ്ങളെ അവളുടെ ഇമോഷൻസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മൈ ഡയറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഡേറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയറി എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് നമുക്കൊന്ന് നോക്കാം. അവിടെ ഡയറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ടുഡേ ഐ റിസീവ് അനദർ ലെറ്റർ ഫ്രം മൈ ഡിയർ ഡോൾ. ഇന്നും എനിക്ക് എൻ്റെ ഡിയർ ഡോളിൻ്റെ ലെറ്റർ കിട്ടി. ഷി ഹാസ് ബീൻ ഓൺ സച്ച് ആൻ exciting adventure. She wrote about visiting the Eiffel Tower in Paris and riding a gondola in Venice. I can't believe all the amazing places she's been to. I am so happy for her, but I miss her terribly. The letters make me feel like she's not too far away. I have been waiting for her to come back. I know she's having a great time, and I am glad she's safe and happy. I hope she comes back soon. I want to hear all about her adventures in person and give her a big hug to welcome her home. അല്ലേ, അവളെ എന്താണ് ലെറ്ററിലുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവളുടെ ചിന്തയിലുള്ള കാര്യങ്ങളെല്ലാം എന്താണ് അവൾ ഇമാജിൻ ചെയ്തിട്ട് ചിന്തിപ്പിച്ചിട്ട് ഒരു ഡയറി എഴുതിക്കുകയാണ് ഇവിടെ അല്ലേ. ആ ഡോളിൻ്റെ അഡ്വഞ്ചേഴ്സിനെ കുറിച്ചും ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താണ് ഞാൻ അവളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളെ എനിക്ക് നേരിട്ട് അവൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഒരു ബിഗ് ഹഗ്ഗോട് കൂടി ഞാൻ അവളെ എൻ്റെ വീട്ടിലേക്ക് വെൽക്കം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവളെ ഇമോഷൻസും അവളെ ഇമാജിനേഷൻസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഡയറി എഴുതിയിട്ടുള്ളത്. ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ഒരു ഫോർമാലിറ്റിയാണിത് കേട്ടോ. നിങ്ങൾക്ക് എക്സാമിലൊക്കെ ചോദിക്കാൻ വന്നാൽ ഡയറിക്ക് ഒരു ഡയറിക്കാണെങ്കിലും ലെറ്റേഴ്സിനാണെങ്കിലൊക്കെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റാണ് നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് എന്ത് എഴുതിയിട്ടുണ്ട്, തേഴ്സ്ഡേ 18th ജൂലൈ അല്ലേ, ഡേറ്റും ഡേയും എഴുതിയിട്ടുണ്ട്. പിന്നെ മൈ ഡയറി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് എഴുതിയെടുക്കുക, മനസ്സിലാക്കിയിട്ട് എഴുതിയെടുക്കണം കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കി റീഡ് ചെയ്യുക. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. സ്റ്റോറി റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആക്ടിവിറ്റീസും മനസ്സിലാക്കി റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആക്ടിവിറ്റീസും ഈസിയാണ്. ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആൻസേഴ്സാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ആക്ടിവിറ്റീസിലേക്ക് പോവാം. അപ്പോൾ ഇതാ ലെറ്റർ ഒന്ന് വായിച്ച് നോക്കുക. അതിൽ എഴുതിയിട്ടുണ്ട് അല്ലേ, ഹൗ ആർ യു, ഹോപ്പ് യു ഗോട്ട് ഓൾ മൈ ലെറ്റേഴ്സ് ആൻഡ് എൻജോയ്ഡ് റീഡിങ് ദം. ഇത് ഡോള് ആർക്ക് എഴുതിയതാണ്, നമ്മളെ ഗേളിന് എഴുതിയ ലെറ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് റീഡ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഹൗ കാൻ ഐ ഫോർഗെറ്റ് ദോസ് ഹാപ്പി ഡേയ്സ് വിത്ത് യു, ഇറ്റ് വാസ് ഫ്രം യു ഐ ഫസ്റ്റ് ഫെൽറ്റ് മദേഴ്സ് ലവ്. യു bathed me, dressed me, carried me in your arms and made a bed for me.
You were always busy with swaying clothes for me, taking me everywhere you went and feeding me. How I wish you were with me now. It's such a fun here. When shall we meet again? With lots of love, yours Levi. അല്ലേ? അപ്പോൾ ഇവിടെ ഡോള് ഗേളിന് എഴുതിയ കത്ത് റീഡ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താ വർക്ക് നോക്കാം. ഡോളിന് തിരിച്ചൊരു ലെറ്റർ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനിത് അവിടെ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അത് റീഡ് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കി റീഡ് ചെയ്യുക കേട്ടോ. ഡോളിന് തിരിച്ചെഴുതിയ ഒരു ലെറ്ററാണിത് കേട്ടോ, നന്നായിട്ട് റീഡ് ചെയ്യുക. I have received all your letters. നിൻ്റെ എല്ലാ ലെറ്റേഴ്സും ഇവിടെ കിട്ടി. I am so happy and exciting to know that you are safe and having fun. But it's also bittersweet because I miss you dearly. Your words brought back so many memories of our time together. അപ്പോൾ ഈ ലെറ്റർ നിങ്ങൾ റീഡ് ചെയ്ത് നോക്കുക. ലെറ്റർ എഴുതുമ്പോൾ എന്ത് ചെയ്യാം, 3 പാർട്ടാക്കിയിട്ട് വേണം ലെറ്റർ എഴുതാൻ. അപ്പോൾ ലെറ്ററിനൊക്കെ ഓരോ ഫോർമാറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഫോർമാറ്റിന് വേണം നിങ്ങൾ ലെറ്റർ എഴുതാൻ. ആദ്യം ഫസ്റ്റ് സെക്ഷൻ കണ്ടോ നമ്മളെ വിശേഷങ്ങൾ അന്വേഷിച്ചിട്ടുള്ളൊരു ഭാഗം. പിന്നെ രണ്ടാമത്തെ പോർഷനിലാണ് നമ്മളെ മെയിൻ എന്താണോ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത്. ലാസ്റ്റ് കൺക്ലൂഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ആണിത്. കണ്ടോ, ഇവിടെ ഒരു സ്റ്റോറി തന്നിട്ട് നിങ്ങളോട് റീഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഒരു സൈക്കിളിൽ ചെയ്യുന്ന ഒരു കുട്ടിയുടെ പിക്ചറൊക്കെ ഉണ്ട് അല്ലേ. ഇത് റീഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ. ആ സ്റ്റോറി നന്നായിട്ട് റീഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റീസ് എന്താണെന്ന് വെച്ചാൽ, നൗ റീഡ് ദ പാസേജ്, പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് വിത്ത് വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് ആൻഡ് റൈറ്റ് ദെൻ ബിലോ. അല്ലേ, ഇൻ ദ ഈവനിങ് ഷീ വുഡ് ഗോ സൈക്ലിംഗ്. ഇതുപോലുള്ള സെൻറ്റൻസ് പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. പാഠഭാഗമല്ല, സ്റ്റോറിയിൽ നിന്ന്. അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻസേഴ്സ് നന്നായിട്ട് റീഡ് ചെയ്ത് മനസ്സിലാക്കുക. സ്റ്റോറി റീഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് കാണുമ്പോൾ അത് മനസ്സിലാവും. ഇറ്റാലിക്കായിട്ട് എഴുതിയിട്ടുള്ളത്, ഇറ്റാലിക്കായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സാണ് ഇവിടെ. പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് വിത്ത് വേർഡ്സ് ഇൻ ഇറ്റാലിക് ആൻഡ് റൈറ്റ് ദം ബിലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസേഴ്സ്. നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക കേട്ടോ. നമുക്ക് അടുത്ത ആക്ടിവിറ്റീസിലേക്ക് പോവാം. അടുത്ത ആക്ടിവിറ്റീസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ സെൻറ്റൻസ് ഫ്രം ദ എബോവ്. അല്ലേ, ഷുഡ്, വുഡ്, കുഡ് കൊടുത്തിട്ടുണ്ട്. ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ടു റെഫർ ടു ഡ്യൂട്ടി ഓർ ഒബ്ലിഗൻസ് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതും ഞാനിവിടെ ആൻസേഴ്സ് ഷുഡിൻ്റെ ഫങ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മദേഴ്സ് നോട്ടീസ്ഡ്, സ്പെൻഡിങ് ടൈം ഔട്ട്ഡോഴ്സ് ആൻഡ് എൻജോയിങ് റിയൽ ലൈഫ് moments should be just as important as the digital world to her. അതുപോലെ Irma's mother noticed this and she thought Irma's should not let herself be carried away by the smartphone. ഇതൊക്കെ ആ സ്റ്റോറിയിലുള്ള ഭാഗങ്ങളാട്ടോ. ഷുഡും കുഡും ഒക്കെ വെച്ചിട്ട് എഴുതാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആൻസേഴ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് റീഡ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് എഴുതുക കേട്ടോ. വുഡിൻ്റെ ഫങ്ഷൻസും അതുപോലെ എക്സാമ്പിൾസൊക്കെ കൊടുത്തിട്ടുണ്ട്. കുഡ് അതേപോലെ അല്ലേ, വുഡ് വെച്ചിട്ട് ഇൻ ദ ഈവനിങ് ഷീ വുഡ് ഗോ സൈക്ലിംഗ്. Early in the morning she would have great fun drawing and painting. അല്ല, അവിടെ വുഡിൻ്റെ ഫങ്ഷൻസ് എന്താ കൊടുത്ത്, ടു റെഫർ ടു പാസ്റ്റ് ഹാബിറ്റ്സ്. പാസ്റ്റ് ഹാബിറ്റ്സ് ആണ് ഇവിടെ വുഡ് വെച്ചിട്ട് മനസ്സിലാക്കുന്നത്. കുഡ് വെച്ചിട്ട് റെഫർ ടു പാസ്റ്റ് എബിലിറ്റിയാണ്. ഷി കുഡ് റൈഡ് ഫോർ എ ലോങ് ടൈം വിതൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. അല്ലേ, റൈഡ് കുഡ് അതിനെന്താണ് എബിലിറ്റി, പാസ്റ്റ് എബിലിറ്റിയാണ് ഇവിടെ കൊടുക്കുന്നത്. അടുത്ത ആക്ടിവിറ്റീസ് നോക്കാം. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. നോട്ടീസ് ദ വേർഡ് ഇറ്റാലിക്സ്. He met a girl who was crying because she had lost her favorite doll. Kafka had prepared the letter which was meant to be from the doll. Now read this poem. അല്ലേ, 7th ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു പോയം റീഡ് ചെയ്യാനും പറയുന്നുണ്ട്. ഇനി എന്താണ് നമ്മളെ ആക്ടിവിറ്റീസ് നോക്കാം. അവിടെ ഇറ്റാലിക്കായിട്ട് എഴുതിയിട്ടുള്ള ഭാഗങ്ങളൊന്ന് ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഹി മെറ്റ് എ ഗേൾ, ഹൂ എന്നുള്ളത് ഇറ്റാലിക് എഴുതിയത് കണ്ടോ. അതുപോലെ കഫ്ക ഹാഡ് പ്രിപ്പേർഡ് ദ ലെറ്റർ വിച്ച് എന്നുള്ളത് എന്താണ് ഇറ്റാലിക്കായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പോയം റീഡ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ആ പോയത്തിലും ഇങ്ങനെയുള്ള കുറേ ഭാഗങ്ങൾ ഇറ്റാലിക്കായിട്ട് എഴുതിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, യൂസ് ദ വേർഡ് ഇൻ ഇറ്റാലിക്സ് ടു കംപ്ലീറ്റ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിയ ആൻഡ് മിലാൻ. ദാറ്റ്, വിച്ച്, ഹൂ വെച്ചിട്ട് ഇവിടെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഹേ, ഹാവ് യു ഹിയർഡ് ഓഫ് ദ എർത്ത്? നോ, വാട്ട്സ് ദാറ്റ്? ഫസ്റ്റത്തത് കംപ്ലീറ്റഡ് ആണ് അല്ലേ. നെക്സ്റ്റ് നമുക്ക് എന്താണ് കോൺവെർസേഷൻ, അടുത്ത കോൺവെർസേഷനിൽ എവിടെയാണ് മിസ്സായിട്ടുള്ളത്, ഏത് ഭാഗത്ത് ദാറ്റാണോ വിച്ചാണോ ഹൂ ആണോ ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അടുത്ത ഭാഗം, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കിഡ്സ് ഡാഷ് ആർ റിയലി പാഷനേറ്റ് അബൌട്ട് എൻവയോൺമെൻറ്റ് കോൺവെർസേഷൻ. ദാറ്റ് സൗണ്ട്സ് കൂൾ, ഹു ക്യാൻ ജോയിൻ? Anyone dash wants to make a difference. Everyone can play a part taking care of planet. They say that's really smart. Do they do anything else? They convinced the shopkeepers to give up plastic bags dash are harmful to the environment. അല്ല, ഇവിടെ കുറച്ച് ഭാഗം ആയിട്ട് ഡാഷ് കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മളെ ഈ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള വേർഡ്സ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആ ഒരു കോൺവെർസേഷൻ്റെ ആൻസറായിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കൊടുക്കാം. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ആക്ടിവിറ്റീസ് ഇതിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം ഞാൻ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഇതിൻ്റെ ആൻസേഴ്സൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് റീഡ് ചെയ്ത് മനസ്സിലാക്കിയാലേ നമുക്ക് എക്സാമിനൊക്കെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഗ്രാമറായിട്ടുള്ള കുറേ ഭാഗങ്ങളുണ്ട് ഇതിൽ. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യുക. ഇപ്പോൾ ഞാനിതിൻ്റെ ആൻസേഴ്സ് ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതൊക്കെ വന്നത്, എന്തൊക്കെയാണ് ഇതിന് കാരണങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ഭാഗങ്ങളും ക്ലാസ്സിൽ ശ്രദ്ധിച്ച് എഴുതിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.